പ്രൈസ് ലോർഡ്, സ്നേഹവന്ദനം. ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആവർത്തന പുസ്തകം 5:14 വാക്യം എന്താണോ പറഞ്ഞത്? ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദൈവം നമുക്ക് അനുകൂലമല്ല എന്ന് പറഞ്ഞ കാര്യം. പക്ഷെ അത് സത്യത്തിന് ശരിക്കും ആരും അംഗീകരിക്കാത്തത് ആണ്. നല്ല കർത്താവും ക്രൂശിക്കപ്പെട്ടു. സത്യത്തിന് വിരോധമായി ദൈവം നല്ലത് ചെയ്തപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാതുകൊണ്ടല്ലേ പരിഹാസം നിന്നമായിട്ട് ദൈവം ക്രൂശിക്കപ്പെട്ടത്, നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി ക്രൂശിക്കപ്പെട്ടത്. പക്ഷെ ദൈവത്തിൻ്റെ നമ്മൾ ഏത് വൃക്ഷവും നമ്മൾ ഉണങ്ങുന്ന വൃക്ഷത്തിനെ നമ്മൾ എടുത്ത് ആ വേരെവിടെയെങ്കിലും ഇത്തിരി നന്മ അതിൽ പച്ചയുണ്ട്, നമ്മളതിനെ ഉണങ്ങിയതിനൊക്കെ വെട്ടി മാറ്റി അതിന് വേണ്ട പോലെ വെള്ളവും അതിൻ്റെ പോഷകം കൊടുക്കുമ്പോൾ ആ വേരിൽ നിന്ന് തടുക്കുന്നതാണ് ഒരു വൃക്ഷത്തിൻ്റെ ജീവൻ. അതുപോലെ ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് പകർന്നിട്ടുണ്ടെങ്കിൽ ഏത് ഉണങ്ങിയതിനെയും അത് തളർത്താൻ പറ്റുന്ന ദൈവത്തിൻ്റെ ശക്തി, അത് ദൈവത്തിൻ്റെ നാമത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ മനുഷ്യരുടെ കാഴ്ചയ്ക്ക് നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ്, നമുക്ക് എവിടെയും ഒരു ഫലം കിട്ടൂല എന്ന് പറയും. പക്ഷെ ദൈവം നമ്മളെ മെനഞ്ഞെടുത്ത് ദൈവം നമ്മൾ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഈ അലസതമായ നമുക്ക് ചുറ്റും പൈശാചികയിൽ കുടുങ്ങിയിരിക്കുന്ന നമ്മളെ ഹൃദയമാണ്. അതിൽ തെന്നിപ്പോവാതെ ഇടറിപ്പോവാതെ വീഴാതെ നമ്മൾ സംരക്ഷിച്ച് കൊണ്ടെടുക്കാനാണ് ദൈവം ഈ ഒരു വാക്കുകൾ പറഞ്ഞത്. നിനക്ക് നിൻ്റെ ദേശത്ത് ദീർഘായുസ്സ് ഉണ്ടാകാനും നിനക്ക് നന്നായിരിക്കാനും നിൻ്റെ അപ്പനെ അമ്മേനെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ അപ്പനെ അമ്മേനെ ബഹുമാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ നല്ല നന്മകൾ തന്ന് നമ്മളെ പരിപാലിക്കുമ്പോൾ നമ്മൾ ഉണങ്ങിയ മറ്റുള്ളവരെ മനുഷ്യരെ നോക്കുമ്പോൾ നമ്മൾ ഉണങ്ങിയതായിട്ട് കാണുമ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ നന്മയിലൂടെ വിശദമായി നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ ദൈവം തരുന്ന ഓരോ നന്മകളും നമുക്ക് വർദ്ധിച്ചു കൊടുക്കാം. എന്താണ് ആത്മാവ് ഉള്ള ദൈവത്തിൻ്റെ കൂടെയാണ് നമ്മൾ നിത്യവാസം നയിക്കുന്നത്. നമ്മളിവിടുന്ന് വിട്ടുപോയും ആ ദൈവം നമ്മളെ വീണ്ടും എടുക്കണം. അപ്പോൾ ആ ദൈവത്തിൻ്റെ ശുദ്ധിയോടെ നന്മയോടെ ജീവിക്കുന്ന ഓരോരുത്തരും നമുക്ക് കിട്ടുന്ന നന്മകൾ മറ്റുള്ളവർക്ക് നന്മകളായി മാറാൻ വേണ്ടി ആ ഏത് ഉണങ്ങിയതിന് മനുഷ്യർ ഉണങ്ങിയവർ കണ്ടതാണെങ്കിലും അതിനെ തളർക്കാൻ പറ്റുന്ന ദൈവത്തിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ചെടുക്കാൻ ആ ദൈവം നമ്മളെ വേണ്ടതുപോലെ വേരൂന്നി അത് വലിയൊരു വൃക്ഷമായി മാറ്റി അതിൻ്റെ ഫലങ്ങളും നന്മകളും നമുക്ക് മറ്റുള്ളവർക്ക് നന്മ കൊടുക്കാനും പറ്റും, ആ ഫലം നമുക്ക് കഴിക്കാനും പറ്റും. അല്ലാതെ ഉണങ്ങിയ വൃക്ഷത്തിൽ വേണ്ടാത്ത ഫലം കൊടുത്താൽ അതിലാർക്കും ഉപകാരം ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ നല്ല ഫലം ദൈവം തരുമ്പോൾ ആ ഫലത്തിലൂടെ നമുക്ക് അനേകർക്ക് സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ ആ ദൈവം ഒരിക്കൽ സന്തോഷം നമുക്ക് എവിടെയും കൊടുക്കാമല്ലോ. അവിടെ നമുക്കെന്തില്ല, മറവില്ല, കളവില്ല, ഒന്നുമില്ല. ആ ദൈവം നമ്മൾ കണ്ടറിഞ്ഞ് ദൈവം നമുക്ക് തരുന്നതാണ്. ദൈവത്തിൻ്റെ സ്നേഹത്താലും ദൈവത്തിൻ്റെ കരുതലാലും നമുക്ക് ദൈവത്തിൻ്റെ കരുതൽ അത് ആർക്കും തട്ടി മാറ്റാൻ പറ്റില്ല, ഒരാൾക്ക് തട്ടി മാറ്റാനാവില്ല. ദൈവം ഒരുക്കിയതാണെങ്കിൽ അതിന് ദൈവം ശിക്ഷിക്കുന്നതിന് നമ്മൾ ശാസിക്കുകയും ചെയ്യും. എന്താണ് ആ കൊമ്പ് നിനക്ക് എല്ലാവർക്കും കൊടുക്കാൻ കഴിയണമെന്നുള്ളത് ഉദ്ദേശം ദൈവം നമ്മൾ വളർത്തുന്നത്.